ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ലോകത്ത് എവിടെയും കാണില്ല ഇത്രയും മനോഹരമായ ട്രെയിൻ യാത്ര. നിങ്ങളെല്ലാവരും സഞ്ചരിച്ചിട്ടുണ്ടാവും. കൊങ്കൺ റെയിൽവേ. ആമസോണിൻ്റെ മഴക്കാടുകളും മനോഹരമായ മലകൾക്കിടയിലൂടെ മോഹിപ്പിച്ചുകൊണ്ട് ഒഴുകുന്ന നോർവേയിലെ നദികളുമൊക്കെ ഒറ്റ യാത്രയിൽ കാണണമെങ്കിൽ 740 കിലോമീറ്റർ, വെറും 740 കിലോമീറ്റർ നമ്മുടെ നാട്ടിലൂടെ സഞ്ചരിച്ചാൽ മതി. ആ ദൂരത്തിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് മറ്റു നാടുകൾക്ക് മാത്രം സ്വന്തമെന്ന് കരുതിപ്പോകുന്ന ചില കാഴ്ചകളാണ്. നമ്മളെ മോഹിപ്പിക്കുന്ന, അത്ഭുതപ്പെടുത്തുന്ന, ഭീതി ജനിപ്പിക്കുന്ന ചിലത്. ലോകത്തിലെ ഏറ്റവും സുന്ദരമായ റെയിൽപാതയായ കൊങ്കൺ, നിബിഡ വനങ്ങളും നിറഞ്ഞൊഴുകുന്ന പുഴയും പച്ചയണിഞ്ഞ മലനിരകളും കാണാം. തുരങ്കങ്ങൾ കയറിറങ്ങുമ്പോൾ ഇരുട്ട് പരന്ന് വെളിച്ചം വരുമ്പോൾ രാവ് മാറി പകല് പുലരുന്നത് അനുഭവിച്ചറിയാൻ പറ്റും. രസിപ്പിക്കുന്ന, അതിലേറെ ഹരം പകരുന്ന ഒരു യാത്ര സമ്മാനിക്കാൻ കഴിയും കൊങ്കൺ പാതയ്ക്ക്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 3 സംസ്ഥാനങ്ങളിലൂടെയാണ് റെയിൽപാത കടന്നു പോകുന്നത്: കർണാടക, ഗോവ, മഹാരാഷ്ട്ര. ആ യാത്രയിൽ മൂകാംബിക ദേവിയും ഗോവയിലെ കടൽ തീരങ്ങളും മുംബൈയുടെ തിരക്കുമെല്ലാം അറിയുന്നതിനോടൊപ്പം പശ്ചിമഘട്ട മലനിരകളുടെ സൗന്ദര്യം കൺകുളിർക്കെ കാണുകയും ചെയ്യാം. വഴി നീളെ മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന ഈ പാത നിർമ്മാണം എത്രമാത്രം കഠിനതരവും സാഹസികവുമായിരുന്നു എന്നത് ഊഹിക്കുന്നതിലപ്പുറമാണ്. മലയാളികൾക്ക് എക്കാലവും അഭിമാനിക്കാൻ സ്വകാര്യ അഹങ്കാരമായി പറയാൻ കഴിയുന്ന മെട്രോമാൻ ഇ ശ്രീധരൻ തന്നെയാണ് ഈ ദുർഘട പാതയുടെ പുറകിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. വലിയ മലകൾ തുരന്ന് പാതകളും തുരങ്കങ്ങളും നിർമ്മിച്ചും പുഴകൾക്ക് മേലെ പാലങ്ങൾ പണിതും പടുത്തുയർത്തിയ കൊങ്കൺ പാത ഇന്ത്യക്കാർക്ക് മുഴുവൻ എക്കാലവും അഭിമാനിക്കാൻ കഴിയുന്നൊരു നേട്ടമാണ്. 1990-ലാണ് പാതയുടെ നിർമ്മാണം ആരംഭിക്കുന്നത്. ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം കൃത്യതയോടെ, അതിവേഗം, ബഹുദൂരം എന്നത് അക്ഷരാർത്ഥത്തിൽ പാലിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഈ ശ്രീധരൻ്റെ നേതൃത്വത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിലേക്ക് മുന്നോട്ട് പോയത് പാരിസ്ഥിതികവാദവുമായി വന്നവരെ പറഞ്ഞു മനസ്സിലാക്കിയും സ്ഥലമേറ്റെടുക്കുന്നതിന് മുൻകൂറായി പണം നൽകിയും പണിക്കിറങ്ങിയ ഈ ശ്രീധരനെ രാപ്പകലില്ലാതെ കൈയും മെയ്യും മറന്ന് പണിയെടുത്ത തൊഴിലാളികളും വേണ്ട രീതിയിൽ തന്നെ സഹായിച്ചു. 8 വർഷം കാലാവധി പറഞ്ഞ ആ റെയിൽപാത അങ്ങനെ 1997-ൽ യാഥാർത്ഥ്യമായി. ചരക്കു വണ്ടികൾ ആ വഴിയിലൂടെ ഫസ്റ്റ് ഓടിത്തുടങ്ങി. 1998-ൽ നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന വാജ്പേയിയാണ് അത് ഉദ്ഘാടനം ചെയ്തത്. അങ്ങനെ യാത്രികരെ വഹിച്ചു കൊങ്കൺ പാതയിലൂടെ അങ്ങനെയാണ് ആരംഭിക്കുന്നത്. 740 കിലോമീറ്ററുകൾ ഈ റെയിൽപാത നീണ്ടു നിവർന്നു കിടക്കുന്നത് മനോഹരമായ കാഴ്ചകൾ നിറച്ചുകൊണ്ടാണ്. കൊങ്കൺ പാതയിലൂടെ ഒരു ട്രെയിൻ യാത്രക്കിറങ്ങിയാൽ ഒരിക്കലും അതൊരു നഷ്ടമാകാനിടയില്ല. അത്രയ്ക്കുണ്ട് വഴി നീളെയുള്ള കാഴ്ചകൾ. യാത്രയ്ക്കുടനീളം മിക്കപ്പോഴും മഴയുടെ കൂട്ടുണ്ടാവും. അങ്ങനെ കൂട്ടുകൂടി പോകുമ്പോൾ തുരങ്കങ്ങൾ കടന്നു വരും. ഇരുട്ട് വന്ന് പൊതിഞ്ഞു കഴിയുമ്പോൾ ചെറിയ പേടിയൊക്കെ തോന്നും. അങ്ങനെ 91 തുരങ്കങ്ങൾ, അതായത് 91 തുരങ്കങ്ങൾ. ഓരോ തുരങ്കത്തിലേക്ക് കയറുമ്പോഴും പിന്നെ വെളിച്ചത്തിലേക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ആ കാത്തിരിപ്പുകൾക്കിടയിൽ ഓരോ തുരങ്കത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് യാത്രക്കിടയിൽ ഓരോ പാലങ്ങളുണ്ട്. ചെറുതും വലുതുമായി ഇത്തരം പാലങ്ങൾ 1858 എണ്ണം വരുമെന്നാണ് നമ്മളുടെ കണക്കുകൾ പറയുന്നത്. ഈ യാത്രയിലാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ തുരങ്കപാത സ്ഥിതി ചെയ്യുന്നത്. കർബൂത്ത് തുരങ്കപാതയ്ക്ക് 6.5 കിലോമീറ്ററാണ് നീളം ഉള്ളത്. ഹലോ ഗൈസ്, അവധിക്കാലം ആഘോഷിക്കാൻ കുറേയധികം ദിനങ്ങൾ കയ്യിലുണ്ടെങ്കിൽ കൊങ്കൺ യാത്ര ആസ്വദിക്കണം. പുഴകളുടെയും മലകളുടെയും നിത്യഹരിത വനങ്ങളുടെയും കാഴ്ചകൾ കണ്ട് മനം നിറയ്ക്കുന്നതിന് ഇതിൽ സഞ്ചരിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സഞ്ചരിക്കണം. നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ ബൈ ഫ്രണ്ട്സ്, താങ്ക് യു.